മൂന്ന് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അംഗം കുറിച്ച കോൺഗ്രസ് എല്ലാ മതേതര ശക്തികളെയും കൂടെ കൂട്ടാൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി നടൻ കമലഹാസന്റെ പാർട്ടിയായ മക്കൾ നീതി മയ്യത്തെ UPAയിലേക്ക് ക്ഷണിച്ചു. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPA മുന്നണിയുടെ ഭാഗമാകണമെന്ന് തമിഴ്നാടിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി സഞ്ജയ് ദത്ത് ആവശ്യപ്പെട്ടു. ഫാസിസ്റ്റ് വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയാണ് മക്കൾ നീതി മയ്യം. അങ്ങനെയുള്ളവർ അണിനിരക്കേണ്ടത് UPAയുടെ ഭാഗമായിട്ടാണെന്ന് സഞ്ജയ് ദത്ത് അഭിപ്രായപ്പെട്ടു. പാർട്ടി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി കമലഹാസൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തമിഴ്നാട്ടിൽ കോൺഗ്രസിന് പഴയ ശക്തിയില്ല. മാത്രമല്ല DMK അധ്യക്ഷൻ സ്റ്റാൻലിൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കമലഹാസന്റെ പാർട്ടിയുടെ പിന്തുണ കൂടി ലഭിക്കുമ്പോൾ കോൺഗ്രസിന് വലിയ ഊർജമാകും. അതുകൂടെ മനസ്സിലാക്കിയാണ് കോൺഗ്രസിന്റെ ക്ഷണം. DMK കൂടി ഉൾപ്പെട്ട വിശാല മുന്നണിക്കൊപ്പം കൂടാൻ കമൽ മടിക്കരുത്. ജനാധിപത്യ മതേതര മുന്നണി ശക്തിപ്പെടുത്തേണ്ടത് ഇപ്പോഴത്തെ ഇന്ത്യയിൽ അത്യാവശ്യമാണ്. മതേതര ജനാധിപത്യ ഇന്ത്യ കെട്ടിപ്പടുക്കാനാണ് രാഹുൽ ഗാന്ധിയും സ്റ്റാൻലിനും നിലകൊള്ളുന്നത്. കമലഹാസന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും കോൺഗ്രസിന്റേതിന് സമാനമാണ്. അതിനാൽ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ ഒരുമിച്ച് നിന്ന് പൊരുതേണ്ട കാര്യത്തിന് തീരുമാനമെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും സഞ്ജയ് ദത്ത് അഭിപ്രായപ്പെട്ടു. തമിഴ്നാടിന്റെ DMKയ്ക്ക് കോട്ടം വരുത്താത്ത ഏത് പാർട്ടിയുമായും സഖ്യം ചേരാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം കമൽ പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷമാണ് കോൺഗ്രസിന്റെ ക്ഷണം. എന്നാൽ കമൽഹാസൻ ഇതിനെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.